ഷെഫീർ മിസ്സായിട്ട് ഒരാഴ്ച കഴിയുന്നു. 1 വയസ്സായ കുഞ്ഞിനെയും കൊണ്ട് ഇപ്പോൾ എവിടെയാണെന്ന് അറിയാതെ നട്ടം തിരികെയാണ് പോലീസ്. പക്ഷെ ശക്തമായ അന്വേഷണം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആരോടൊപ്പമാണ് പോയത്, അവരുടെ പേരും ഡീറ്റെയിൽസും ഫോട്ടോസും ഒക്കെ പുറത്തുവിടുകയും ചെയ്തിരുന്നു. പക്ഷെ എന്നിട്ട് പോലും എവിടെയുണ്ടെന്ന് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പക്ഷെ അതിലും പരിതാപകരമാണ് ഷെഫീറിന്റെ വീട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥ. ഷെഫീറിന്റെ ഉമ്മയോടും ഉപ്പയോടുമൊപ്പം വളരെ വിഷമത്തോടെ ഭാര്യയും അതേ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. ശാരീരികമായി വളരെ തളർന്നു കിടക്കുന്ന 3 പേർ. ഇപ്പോഴും കാമുകിയോടൊപ്പം പോയി എന്ന് വിശ്വസിക്കാനാവാതെ വിതുമ്പുന്നു ഭാര്യ. തന്റെ കുഞ്ഞിനെയും കൊണ്ട് അങ്ങനെയൊന്നും എന്റെ ഷെഫീക്ക ചെയ്യില്ല എന്ന് അവർ ആദ്യം ഉറപ്പിച്ച് പറഞ്ഞിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ CCTV ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷവും അവർ കാമുകിയോടൊപ്പം പോയി എന്ന് പോലീസ് സ്ഥിരീകരിച്ചപ്പോഴും അവർ സമ്മതിച്ചില്ല. അവസാനം ആരോടൊപ്പം പോയി എന്ന രീതിയിലുള്ള വ്യക്തമായ ധാരണയും പോലീസ് പുറത്തുവിട്ടെങ്കിലും ഇപ്പോഴും അവർ അത് ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ല. കാരണം 1 വയസ്സ് മാത്രമായാൽ കുഞ്ഞ് അമ്മയുടെ പാല് കുടിക്കേണ്ട സമയം. ആ സമയത്ത് സ്വന്തം കുഞ്ഞിനെയും എടുത്ത് ഒരു പിതാവ് ഇങ്ങനെയൊക്കെ പോവും എന്ന് ഒരു ഭാര്യയ്ക്കും വിശ്വസിക്കാൻ സാധിക്കില്ല. ബിസിനസ് പരമായി ഒരുപാട് തകർന്ന നിലയിലായിരുന്നു അവസാന കുറച്ച് മാസങ്ങളായി ഷെഫീർ ഉണ്ടായിരുന്നത്. പക്ഷെ എന്നിട്ട് പോലും കുടുംബം പൂർണ്ണ പിന്തുണ ഷെഫീറിന് നൽകുകയും ചെയ്തിരുന്നു. സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടിയപ്പോഴും ഷെഫീറിനെ പലതരത്തിലും ബുദ്ധിമുട്ടിക്കാത്ത ഭാര്യയും പലതും സഹിച്ച് ഒതുങ്ങി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ തന്റെ ഷെഫീക്ക ഒരിക്കലും തന്നെ അങ്ങനെ ചെയ്യില്ല എന്ന് ആ സ്ത്രീ വിശ്വസിക്കുന്നതിലും ഒരുപാട് കാരണങ്ങളുണ്ട്. എന്തു തന്നെയായാലും പോലീസിന്റെ അന്വേഷണം ഊർജിതമായി നടക്കുന്നുണ്ട്. ബംഗാൾ സ്വദേശിയായ സ്ത്രീയുടെ ഫാമിലിയുടെ വിവരങ്ങളെല്ലാം തന്നെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ലോഡ്ജുകൾ കേന്ദ്രീകരിച്ച് CCTV ദൃശ്യങ്ങളും ശേഖരിക്കുന്നുണ്ട്. എന്തു തന്നെയായാലും പെട്ടെന്ന് തന്നെ അവരെ തിരിച്ചു ലഭിക്കും എന്ന കാര്യത്തിലും പോലീസ് പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. എന്തു തന്നെയായാലും ആ പിഞ്ചുകുഞ്ഞ് എത്രയും പെട്ടെന്ന് സ്വന്തം അമ്മയുടെ കയ്യിൽ തന്നെ എത്തട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.